പഞ്ഞലോഹത്തിന്റെ വിലക്കയറ്റത്തിൽ അമ്പരക്കുകയാണ് ലോകം. ദിനംപ്രതി പവന് വില വർദ്ധിക്കുകയാണ്. അപ്പോൾ വജ്രത്തിന്റെ അവസ്ഥ എന്തെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ വജ്രഖനി 3 മാസം പ്രവർത്തിക്കില്ല. ഇത് ആഗോള വജ്ര വിപണിയെ എങ്ങനെ ബാധിക്കും? ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വജ്രശേഖരമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ. അതുപോലെ ഏറ്റവും കൂടുതൽ വജ്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നും റഷ്യ തന്നെയാണ്. ഇത്തരത്തിൽ നിരവധി പ്രത്യേകതകൾ ഈ രാജ്യത്തിനുണ്ട്. വടക്കുകിഴക്കൻ റഷ്യയിലെ സൈബീരിയൻ മരുഭൂമിക്കുള്ളിൽ സാറ റിപ്പബ്ലിക്കിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വജ്രഖനിയായ ഐഖൽ സ്ഥിതി ചെയ്യുന്നത്. റഷ്യയിൽ മാത്രം ഏകദേശം $75 ട്രില്യൺ മൂല്യമുള്ള വജ്രശേഖരമാണുള്ളത്. വൻതോതിലുള്ള പ്രകൃതിവാതക ശേഖരത്തിന് പുറമെ ആഗോള വജ്ര ഉൽപാദനത്തിൽ 35% വിഹിതവും റഷ്യയ്ക്ക് സ്വന്തമാണ്. ഐഖൽ വജ്ര ഖനന കമ്പനി റഷ്യൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള അൽറോസ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ പരുക്കൻ വജ്രങ്ങളുടെ, അതായത് റഫ് ഡയമണ്ട്സിന്റെ 31% ഇവർ ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഐഖൽ ഖനി പലപ്പോഴും വജ്രങ്ങളടങ്ങിയ കിംബർലൈറ്റ് പാറയുടെ നിക്ഷേപത്തിന് പേരുകേട്ടതാണ്. ഐഖലിൽ 40.07 ദശലക്ഷം ക്യാരറ്റ് വജ്രങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ വർഷം തോറും 1.3 ദശലക്ഷം ക്യാരറ്റ് അപൂർവ ഭൗമരത്നവും വേർതിരിച്ചെടുക്കുന്നു. റിപ്പോർട്ടുകൾ അനുസരിച്ച് 1960കളുടെ തുടക്കത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഐഖൽ ഖനി ലോകത്തിലെ ഏറ്റവും ഉൽപാദനക്ഷമതയുള്ള വജ്രഖനികളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ഇവയുടെ പ്രവർത്തനം വർഷത്തിൽ 2-3 മാസം നിർത്തിവെക്കുകയും ചെയ്യും. സൈബീരിയയിലെ കാലാവസ്ഥ കാരണമാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. കഠിനമായ ശൈത്യകാലത്ത് ഖനികളിൽ പ്രവർത്തനം സുഗമമായി നടത്താൻ സാധിക്കില്ല. ഇതാണ് കാരണം. അതുപോലെ വേനൽക്കാലത്തും ഖനികളിൽ ജോലി ചെയ്യുന്നത് പ്രയാസം നിറഞ്ഞ കാര്യമാണ്. അത്യാധുനിക സൗകര്യങ്ങളുടെ സഹായത്തോടെ മാത്രമേ മോശം കാലാവസ്ഥയിൽ വജ്രഖനികളിൽ ഖനനം നടത്തുകയുള്ളൂ. ആഗോളതലത്തിൽ വജ്രങ്ങളുടെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യം ബോട്സ്വാനയാണ്. 2021 കണക്കനുസരിച്ച് രാജ്യത്ത് 300 ദശലക്ഷം ക്യാരറ്റ് വജ്രങ്ങളുടെ കരുതൽ ശേഖരമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 3ാം സ്ഥാനത്തുള്ളത് മധ്യ ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ്. 2021 കണക്കനുസരിച്ച് ഇവിടെ 12 ദശലക്ഷം വജ്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെന്നാണ്. 300 ദശലക്ഷത്തിലധികം ക്യാരറ്റ് വജ്രശേഖരം ഇവിടെ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിലെ വജ്രഖനനം. മധ്യപ്രദേശിലെ പന്ന മേഖലയിലാണ് ഇന്ത്യയിലെ വജ്രഖനനം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മജ്ഗവാൻ ഖനിയാണ് അതിൽ പ്രധാനപ്പെട്ടത്. നാഷണൽ മിനറൽ ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലാണ് മജ്ഗവാൻ പ്രവർത്തിക്കുന്നത്. ഇത് കൂടാതെ ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വജ്രഖനനം നടക്കുന്നുണ്ടെങ്കിലും വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നില്ല. ഇന്ത്യയിലെ വജ്രങ്ങൾ പ്രധാനമായും കിംബർലൈറ്റ് പാറകളിൽ നിന്നോ അലുവിൽ നിന്നോ നിക്ഷേപമുള്ളതാണ്. പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. ഹുനാൻ പ്രവിശ്യയിലെ പിങ്ജിയാങ് കൗണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന വാങ്കു സ്വർണ്ണഖനിയാണ് ചൈനയിലെ വലിയ സ്വർണ്ണഖനി എന്ന് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 1000 ടൺ സ്വർണ്ണ നിക്ഷേപം ഇവിടെയുണ്ട്. ഇത് ചൈനയുടെ സമ്പദ്ഘടനയെ സ്വാധീനിക്കുന്ന തരത്തിലുള്ളതാണ്. അതിനാൽ തന്നെ ആഗോള സ്വർണ്ണ വിപണിയെ പോലും മാറ്റിമറിക്കാൻ ഇതിന് സാധിക്കും.